നിങ്ങള് മരുന്ന് കുടിച്ചാ? ഏനു നിങ്ങള് മരുന്ന് കുടിച്ചോന്ന്? അത് ശരി. അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും നിങ്ങളെ ചെവിക്ക് കേട്ടിട്ടില്ലേ? നിങ്ങള് മരുന്ന് കുടിച്ചോന്നാ ഞാൻ ചോദിച്ചത്. എന്താ നിങ്ങക്ക് പറ്റിയത്? ഒരു ക്ഷീണം പോലെ, വയ്യായി എന്തേലും ഉണ്ടാ? ഒന്നുമില്ല. അപ്പൊ അതല്ലേ ഞാൻ ചോദിച്ചത്. ഞാൻ ഈ റൂമിലേക്ക് വന്നതും നിങ്ങളോട് പറഞ്ഞതൊന്നും നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നുമില്ല. ഞാൻ നിങ്ങള് മരുന്ന് കുടിച്ചോന്ന് ഇപ്പൊ എത്ര തവണ ആയി ചോദിക്കണേ? കുടിച്ചാ? ഇല്ല, കുടിക്കാം. എന്തൊക്കെ നിങ്ങക്ക് പറ്റിയേ? ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോ തൊട്ടേ നിങ്ങൾ ഈ ഒരു ആലോചനയിലാണല്ലോ. വൈകുന്നേരം നിങ്ങൾ ആരെ കാണാൻ പോയിന്നത്? എന്താ പറ്റിയത്? ഒന്നുമില്ല സൽമോ, ഞാൻ മരുന്നെടുത്ത എന്റെ. ഇതിപ്പോ 3-4 തരം മരുന്നുകളുണ്ടല്ലോ. ഇനി ഇത് പറഞ്ഞ പോലെ അങ്ങോട്ട് കുടിച്ചോണ്ടിട്ടാ. 1-2 ദിവസം കുടിച്ചിട്ടേ ചുമക്കണ്ട ആക്കം കിട്ടുമ്പോ അവിടെ നിർത്താൻ നിക്കണ്ട. വിറ്റാമിന്റെ കുറവുണ്ടാ? ഇത് വിറ്റാമിനുള്ള മരുന്നല്ലേ? തിന്നാളും ഉണ്ടായിരുന്നല്ലോ അല്ലേ? എന്തായാലും ഇനി പറഞ്ഞ പോലെ കുടിക്കാൻ നോക്കി. ഇപ്പഴല്ലേ മനസ്സിലായത്. അപ്പൊ ഇതാണ് നിങ്ങളെ ഉഷാറില്ലായുടെ കാരണല്ലേ? പെണ്ണിന്ന് പെരയില്ലാത്തതുകൊണ്ടാ നിങ്ങൾക്ക് ഒന്നിനൊരു ഉഷാറില്ലാത്തത്. മറ്റേത് വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഒരു കാര്യങ്ങളും മുണ്ടി വർത്താനം പറഞ്ഞതാ. ഇന്ന് നിങ്ങൾ വന്ന് ഒന്ന് ചോറും തിന്നുങ്ങാണ്ട് ഈ റൂമിന്റെ ഉള്ളിൽ കൂടിയതല്ലേ. ഇതാണിപ്പോ കാരണം. ഓള് നാളെ രാവിലെ തന്നെ വരൂലേ? പിന്നെ വരാതെ അല്ലേന്നു. ഓളെ കൂടെ പെറ്റ ഒരു ചെക്കനെ ഹോസ്റ്റലിൽ പോയി നിന്നിട്ട് പോലും ഇങ്ങക്ക് ഇത്ര സങ്കടം കണ്ടിട്ടില്ലല്ലോ. ഇക്കണക്കിന് മകളെ എങ്ങനെ ഇപ്പൊ വേറൊരു പേരേക്ക് കെട്ടിച്ചയക്കുക? വാപ്പാടെ മനസ്സറിയണ മോളും എടുത്തു നോക്കി. ഹലോ, അസ്സലാമലൈക്കും മോളെ. വലൈക്കും അസ്സലാം. ഇപ്പിമ്മീൻ കിടന്നാ? ഇല്ല, കുട്ടി കിടക്കാറായില്ലേ? കിടക്കാൻ നിക്കന്നെപ്പാ. അതിന്റെ മുമ്പേ ഇങ്ങക്കൊന്ന് വിളിച്ചിട്ട് കിടക്കാന്ന് വെച്ച്. ഇമ്മെന്തേ ഉറങ്ങിയോ? ഞാനേ സ്പീക്കറിലിട്ടാ. ഹലോ റിയമോളെ, ഇജെന്താ തിന്ന്? ഞാൻ ചോറ് തിന്നമ്മ. വെള്ളിമീൻ ഷാനുട്ടനൊക്കെ ഉറങ്ങിയാ? ഓരൊക്കെ കിടന്ന്. ഞാനിപ്പ ഇതാ കെടുക്കാൻ വേണ്ടി നിക്കണേ. അല്ല, ഇജ് നാളെ എപ്പോഴാ വരിക? രാവിലെ തന്നെ വരൂലേ? ഞാൻ രാവിലെ തന്നെ വരുമ്മ. എടുത്ത് എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ട് പോന്നിരുന്നു. ഇവിടെ ഒരു കുഴപ്പമില്ലപ്പാ. അതുകൊണ്ടല്ല, ഇവിടുത്തെ അമ്മല്ലേ ഇന്നെ വല്യമ്മ പിന്നാലെ നടന്ന് തീറ്റിപ്പിക്കൂലേ, അതുപോലെ നടന്ന് നോക്കിയത് നിന്റെ കാര്യങ്ങള്. അത് ശരി. ഞാൻ വിചാരിച്ചേ ഇജ് അടുത്ത് എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ പോരാലോ എന്ന് പറഞ്ഞപ്പോ അനക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടാണാവോന്ന്. അതുകൊണ്ടൊന്നല്ലമ്മ. നിക്കില്ലേ അവിടുന്ന് നിങ്ങളൊക്കെ ഇട്ടിട്ട് മാറി നിന്നപ്പോ എന്തോ ഒരു സങ്കടം പോലെ. ഇത് കൊള്ളാലോ. ഇതിപ്പോ വാപ്പി മോള് ഒരു അച്ചി വാർത്തതാണല്ലോ. ഇവിടെ തന്റെ ഉപ്പേ ഇന്ന് ഇജ് ഇല്ലാത്തതുകൊണ്ട് ഈ പെരേല് നേരാ വണ്ണം മുണ്ടി വർത്താനം പറഞ്ഞിട്ടും കൂടി ഇല്ല മോളെ. വന്നപ്പോ മുതലേ ഈ റൂമിൽ അടച്ചിരിക്കുകയാണ്. ആണപ്പാ? കണ്ടില്ലമ്മ, ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ പറയലില്ല എപ്പോഴും ഇപ്പാക്കേ ഇമ്മാനക്കായി എന്തുകൊണ്ട് സ്നേഹം കൂടുതൽ ഇന്നോടാ. ഇപ്പൊ മനസ്സിലായില്ലേ? എന്നാ ഞാൻ രാവിലെ വിളിക്കട്ടെപ്പാ. അസ്സലാമലൈക്കും. ഇങ്ങനൊരു വാപ്പി മകളും. മകളെ കുറച്ചും കൂടി കഴിഞ്ഞാണ്ട് കെട്ടിച്ചയക്കണം, അത് മറക്കണ്ട. എന്താ നിങ്ങൾ ഇങ്ങനെ? എന്തത് കുട്ടികളെ പോലെ? ഒരു ദിവസം മോളെ കാണാത്തോണ്ടാണാ
നിങ്ങളിങ്ങനെ കുട്ടികളെ പോലെ കരയണ്? ആ ചെക്കൻ കാണണ്ടട്ടാ. ഷാനൂട്ടൻ കണ്ടിട്ട് നിങ്ങളെ കളിയാക്കി കൊല്ലുപ്പോ. ഋഷിമോനിപ്പോ എന്നാ വിരുന്നാവോ? ഓനക്കിപ്പോ എക്സാം അല്ലേ, ഇനിയിപ്പോ അത് കഴിഞ്ഞാല് 2-3 ദിവസം ലീവ് ഉണ്ടാവും. എന്തേ? ഓനോടെ എക്സാം കഴിഞ്ഞ പാടെ തന്നെ ഒന്ന് പോരാൻ പറയും. ഈ പുറത്ത് പോയിട്ടുള്ള പഠിക്കലൊന്നും വണ്ടി ഉണ്ടായിരുന്നില്ലല്ലേ സിനിമ? ഇങ്ങക്ക് എന്താ കിട്ടിക്കണത്? ഇതുവരെ പെണ്ണിനെ കാണാഞ്ഞിരുന്ന്, ഇതപ്പ ചെക്കന്റെ പേരും പറഞ്ഞിട്ടായി. അല്ല, എന്നും മക്കൾ നിങ്ങളെ പിന്നാലെ ഇങ്ങനെ ഇരുന്നാ മതിയോ? ഓൾക്ക് പുറത്തു പോയി പഠിക്കും ജോലിക്ക് പോകും ഒന്നും വേണ്ടേ? ആ ശരിയാ, അവൻ പഠിച്ചോട്ടെ, പഠിച്ച് ജോലി, അവന്റെ കല്യാണം കഴിഞ്ഞാലേ ഓനവന്റെ പെണ്ണുങ്ങളെ കണ്ട് കൊണ്ടേക്കോട്ടെട്ടാ സിനിമ. ഇങ്ങക്ക് എന്തൊക്കെ പൂതിയാണ് മനുഷ്യ. മകളുടെ കല്യാണം കഴിഞ്ഞിപ്പോ മരിയോളെ കൂടെ പറഞ്ഞേക്കാൻ വരെ ആയോ നിങ്ങളെ സ്വപ്നം കാണല്? അല്ല, ജീവിതം ഒന്നുമല്ലേ ഉള്ളൂ. അത് അവര് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിൽക്കുന്ന സന്തോഷം ദുനിയാവിലൂടെ കിട്ടൂല എന്റെ സിനിമ. നമ്മളെ മക്കളെ അക്കരെ ഇക്കരെ നിന്ന് ജീവിക്കാൻ ഇജ്ജ് സമ്മതിക്കരുതിട്ട സിനിമ. അവൻ ഓന്റെ പെണ്ണുങ്ങളെ കൊണ്ടോണെന്ന് പറയുകയാണെങ്കിൽ ഇജ്ജ് മുടക്കൊന്നും പറയരുതിട്ടാ. അതിന് ഞാൻ എന്തിനാ മുടക്കം നിക്കണക്ക? അല്ലെങ്കിലും സ്വന്തം ഭാര്യയുടെ ഒപ്പം ജീവിക്കണ സുഖം സന്തോഷമൊന്നും വേറെ എവിടെ കിട്ടാനാ? നമ്മക്കത് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ വെച്ചാലും നമ്മളെ മക്കൾക്ക് അത് വേണ്ടോളം കിട്ടിക്കോട്ടെ. അതിൽ നിക്കും സന്തോഷം തന്നെയല്ലേ ഉള്ളൂ. അല്ല സിനിമ, മക്കളൊക്കെ കുടുംബമായിട്ട് ഓരോ സ്ഥലത്തൊക്കെ ആവുമ്പോഴേ അനക്ക് ഇവിടെ കൂട്ടിന് ആരുണ്ടാവുക? നിക്ക് കൂട്ടിന് ആരാ ഉണ്ടാവുമെന്നോ? പിന്നെ നിങ്ങൾ എന്താ കാശിക്ക് പോവാണോ? എന്താക്കാ? എന്താ നിങ്ങൾ ഇങ്ങനെ കരയണേ? എന്താ പറ്റിയേ? ഞാന് ഒരു കാര്യം പറഞ്ഞാല് സൽമൂജി സമാധാനത്തോടെ കേൾക്കണം. എന്താ നിങ്ങൾക്ക് പറ്റിയത്? എന്താണെങ്കിലും എന്നോട് പറയ്. എന്താണ്? അതെ, പിന്നെ സെൽമോ, എനിക്ക് ലെൻസിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് നിങ്ങൾ പറഞ്ഞ്? എനിക്കൊന്നും മനസ്സിലാവില്ല. ലെൻസിന് എന്താണെന്നാ നിങ്ങൾ എന്ത് പറഞ്ഞിക്കാ? തെളിച്ചു പറയും. അതെ, ഇന്ന് റിസൾട്ട് വന്നപ്പോ ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്ത് കാര്യങ്ങള്? ഡോക്ടർ എന്ത് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത്? എന്താണെങ്കിലും ഒന്ന് പറയിക്ക. എന്താ? കൂടെ ആരെങ്കിലും കൂട്ടിയിട്ട് വരണമെന്ന ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഞാൻ ആരിസിന് വിളിച്ച് വന്നതിന്റെ രസാ ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്റെ പഠിച്ചവനെ, അതൊക്കെ എപ്പോ? നിങ്ങള് എന്തൊക്കെയാ പറഞ്ഞത്? ലെൻസിന് എന്താണെന്നാ? ഇങ്ങനെ കാര്യല്ല, പെട്ടെന്നൊരു സർജറി വേണമെന്നാ ഡോക്ടർ പറഞ്ഞത്. അത് കഴിഞ്ഞതിന്റെ ശേഷം ബാക്കി നോക്കാന്നാ പറഞ്ഞത്. എന്റെ പഠിച്ചോനെ, എന്തൊക്കെ ഞാനീ കേക്കണത്? ഇങ്ങനെ കാര്യമില്ല സെൽമു, ഇത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് മുണ്ടാതെ ഇരുന്നിരുന്നത്. ഇത് പറയാതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇത് പെട്ടെന്നൊരു സർജറി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് സെൽമ. അത് കഴിഞ്ഞാലേ എന്റെ കാര്യത്തിൽ എന്തേലും അവർക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്നും ഉണ്ടാവില്ല. പടച്ചോന്റെ കാവലുണ്ടെങ്കിലേ ഈ സർജറി കണ്ട് കഴിഞ്ഞാല് ഞാൻ പഴയതുപോലെ നിങ്ങളപ്പം തന്നെ ഉണ്ടാവും എന്റെ പെണ്ണെ. പക്ഷെ അതിനുള്ള ഭാഗ്യം ഉണ്ടാവുക എന്നുള്ളത് ഈ സർജറി
കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. മതി മതി, നിങ്ങൾ പറഞ്ഞത് എനിക്കിതൊന്നും കേൾക്കാൻ എനിക്കിതൊന്നും കേൾക്കാൻ വയ്യ. ഈ സാധനം ഇതുവരെ നീട്ടിട്ടില്ലേ? ഡി മതി ഇറങ്ങിയത്, എത്ര ടൈമായി? നീറ്റ നീറ്റ. ഇത്ര നേരത്തെ നീറ്റ പിന്നല്ലാണ്ട് എന്നെ പോലെ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാ മതിയോ? നിക്ക് പോണ്ടേ? എണീറ്റ. പോവാനൊക്കെ ഇനി ടൈമില്ല റിയ. അതിന് എത്ര പുലർച്ചെ എണീക്കണം? പുലർച്ചക്ക് ഇനി നാളെ രാവിലെ. എടി സമയം 7:30 മണിയായി. 9 മണിക്കുള്ള ട്രെയിനിൽ പോയാലേ നിക്ക് ഉച്ച ആകുമ്പോത്തിന് വീട്ടിലെത്താം. ആഹാ, മോളെ കുളിയൊക്കെ കഴിഞ്ഞ? ആ അമ്മ, 9 മണിക്കൊരു ട്രെയിൻ ഉണ്ട്, അതിന് പോവാണിച്ചാലേ ഉച്ചക്ക് മുന്നേ വീട്ടിലെത്താലോ. ആ, ഒരുത്തിരുന്നാൾ ഉറക്കം തോന്നു നോക്ക്. ഒന്ന് എണീറ്റ് പോയി പല്ലൊക്കെ തേക്കിന്റെ അമ്മ, എന്നിട്ട് വന്ന് ചായ കുടിക്കുക രണ്ടാളും കൂടി. മോൾക്ക് ഒന്ന് ഉച്ചക്ക് ചോറൊക്കെ തിന്നിട്ട് സാവധാനം പോയാ പോരെ? അത് വേണ്ടമ്മ, ഇന്നിപ്പോ എന്തായാലും ഞാൻ പോട്ടെ. ഇനി വരുമ്പോ എന്തായാലും ഞാൻ 2-3 ദിവസം നിൽക്കാനുള്ള വരവ് വരാം. ആ, നിക്കും. അതിന് ഓളെ വീട്ടുകാരും കൂടി ഇങ്ങോട്ട് വിളിക്കേണ്ടി വരും. ഉമ്മാക്കറിയോ അവൾ ഇങ്ങനെ നേരെ ഇങ്ങനെ വിളിപ്പിച്ചെന്നുള്ളത്? അങ്ങനൊക്കെ പറയുമ്മ. ഞാൻ എന്തായാലും ഇനി വരുമ്പോ 2 ദിവസം നിന്നിട്ടേ പോവുള്ളൂ. പിന്നെ അമ്മ, നിങ്ങളെല്ലാരും കൂടി ഒരു ദിവസം അങ്ങോട്ട് വീട്ടിലേക്ക് വരി. വന്നു കഴിഞ്ഞാല് ഉമ്മാനെയും വല്യമ്മാനെയും ഇപ്പാനെയും ഒക്കെ കാണാലോ. ഓൾക്ക് അതൊക്കെ ഭയങ്കര സന്തോഷാവും. ഇൻഷാ അല്ലാ, ഉമ്മ പിന്നെ വരണ്ട്. അവിടെ ഉള്ളവരോടൊക്കെ ഉമ്മാന്റെ അസ്സലാമലൈക്കും പറയട്ടാ. പറയമ്മ. അല്ല, ആജ് നീറ്റിയില്ലേ? ഓനോട് നീക്കാൻ പറയാം ഞാൻ. എന്നിട്ട് ഇജു ഓനും കൂടി ചായ കുടിച്ചാണ്ട് റിയമോളെ ട്രെയിൻ കയറ്റിയാണ്ട് പോരി. ചെല്ല്. വേണ്ട, മജുക്ക് ഇറങ്ങിക്കോട്ടെ. ഒരു ഓട്ടോ വിളിച്ചെന്നാ മതി. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയാ നിക്ക് പോവാലോ. വെറുതെ അജുക്കാനെ ബുദ്ധിമുട്ടിക്കണ്ട. ഓനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഉമ്മ പറയും ഓനോട്, ഓ രണ്ടാളും കൂടി അന്ന് ട്രെയിൻ കയറ്റിയാണ്ട് ഇങ്ങോട്ട് പോന്നോളും. വേണ്ടാന്ന് പറയടി, നിക്കൊരു ഓട്ടോ വിളിച്ചു തന്നാ മതി. റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാ പിന്നെ ഞാൻ പോയിക്കോണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ എന്റെ നാടല്ലേ. അറിയണ ഓട്ടോ ഒന്നും ഇല്ല. പിന്നെ അന്നെ ട്രെയിൻ കയറ്റി വിട്ടെന്ന് അറിഞ്ഞല്ലാതെ എന്റെ മാതാശ്രീക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. ഞങ്ങൾ തന്നെ കൊണ്ടുവിടാം. അതാവുമ്പോഴേ എന്റെ ഉമ്മാക്ക് ഒരു സമാധാനാവും. അത് പറഞ്ഞപ്പോഴാ ഞാൻ ഇറങ്ങും മുന്നേ ഉമ്മാക്ക് വിളിക്കാന്ന് പറഞ്ഞിരുന്നു. ഞാനൊന്ന് വിളിച്ചിട്ട് വരാട്ടാ. ഈ അപ്പോത്തിന് വേഗം കുളിച്ച് റെഡി ആയിക്കോളൂ. നീ കുളിക്കണില്ലാച്ചാല് എനിക്ക് പല്ലെങ്കിലും തേക്ക്. ആ, എന്നാ പിന്നെ കുളിക്കണ്ട, പല്ലൊക്കെ തൽക്കാലം. എന്താ സൽമാത്ത ഇങ്ങനെ കുട്ടികളെ പോലെ നോക്കി? ഇമ്മയും ഷാനുട്ടനൊന്നും ഇപ്പോഴും ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടാ. സൽമാത്താന്റെ ആരിസ്ക കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നില്ലേ? ഈ സർജറി കഴിഞ്ഞാൽ കാക്കാൻ നമുക്ക് പഴയതിനേക്കാൾ ഉഷാറായിട്ട് തിരിച്ചു കിട്ടൂ. നിങ്ങൾ ഇങ്ങനെ കരഞ്ഞുങ്ങാണ്ടിരിക്കല്ലേ? ഞങ്ങൾക്ക് മാത്രം എന്താ കുഞ്ഞോളെ ഇങ്ങനെ ഓരോന്ന് വരുന്നത്? എല്ലാം കൊണ്ടും ഒന്ന് ജീവിച്ച് തുടങ്ങണല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിപ്പോ എന്താ ഉണ്ടായത്? ഈ സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കായി നന്നായിട്ട് കാക്കാക്കും സൽമാത്താക്കും ജീവിച്ചൂടെ? എനിക്കറിഞ്ഞൂടെ കുഞ്ഞോളെ, ഇത് കേട്ടപ്പോ തൊട്ട് എന്റെ മനസ്സിന് ഒരു സമാധാനം കിട്ടണില്ല. രാത്രി വെളുപ്പിച്ചെടുത്തത് എങ്ങനെയെന്ന് പോലും എനിക്കറിഞ്ഞൂടെ. അതാ നോക്കി സൽമാത്ത, റിയമോളാട്ടെ വിളിക്കണത്. നിങ്ങൾ കണ്ണൊക്കെ തുടച്ച് കരച്ചിൽ നിർത്തിയിട്ട് ഫോൺ എടുത്താണേ. എന്താ ഇച്ചെടുത്ത കുഞ്ഞോളെ, ഞാൻ എത്ര അടക്കി വെച്ചാലും എന്റെ ശബ്ദം മാറി എന്റെ കുട്ടിക്ക് മനസ്സിലാവും. ഹലോ
അറിയോ മോളെ? ഇമ്മ ബാത്റൂമിലാടി. ഇജവിടുന്ന് പോന്നോ? ആടി കുറവുണ്ട്. ഇപ്പി ആരിസ് മാമനും കൂടി ആരോ കാണാൻ വേണ്ടി പോയതാ. ആ പറയാം, ജച്ചാളെന്നാ. പാവടിന്റെ കുട്ടിയോട് ഇതൊക്കെ അറിഞ്ഞ ഒരു മൂന്നാളത് എങ്ങനെ സഹിക്കും കുഞ്ഞോട്? എങ്ങനെ ഞാനിതിന്റെ മക്കളോട് പറയാ? നോക്ക് സൽമാത്ത, താത്ത ഇങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാക്ക ആകെ തളർന്നു പോകൂട്ടാ. ഈ സമയത്ത് കാക്കാക്കും ഇമ്മാക്കും മക്കൾക്കൊക്കെ നമ്മൾ വേണം ധൈര്യം കൊടുക്കാനേ. ഊതില്ലാഞ്ഞിട്ടല്ലേ, പക്ഷെ മനസ്സ് പൊടി തരണ്ടേ കുഞ്ഞോളെ? ഈ സർജറി കഴിഞ്ഞാൽ എൻ്റെ കാക്കൂന് എനിക്ക് പഴയ പോലെ തിരിച്ചു കിട്ടും. നമ്മളൊക്കെ പ്രാർത്ഥന കാക്കാൻ്റെ കൂടെ ഇല്ലേ? ഒക്കെ ശരിയാവും. അതിന് വേണ്ടിയിട്ടല്ലേ ആദ്യം പറഞ്ഞ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ആർസിക്കും കാക്കയും കൂടിയും പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ ആരെ കണ്ടിട്ട് എന്താ? ഇന്നലെ കാണിച്ചു വന്ന ഡോക്ടർ പറഞ്ഞത് കേട്ടിട്ട് തന്നെ കാക്ക ആകെ ഇല്ലാണ്ടായിക്കണ്. എൻ്റെ മുഖത്ത് പോലിപ്പോൾ നല്ലപോലെ നോക്കാൻ പറ്റണില്ല പാവത്തിന്. അതുകൊണ്ടല്ല സൽമാത്ത ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കരഞ്ഞ് തളർന്ന സൽമാത്താനെ കണ്ട കാക്കാക്ക് പിന്നെ എന്ത് സമാധാനം ഉണ്ടാവുക? ഇമ്മയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിമ്മ ഒന്നും നിൽക്കൂലെന്ന് സൽമാത്താക്ക് അറിയണതല്ലേ. ആദ്യം പറഞ്ഞ ഈ ഡോക്ടർ ഇതുപോലത്തെ ഒരുപാട് സർജറികൾ ചെയ്ത് വിജയിച്ചിട്ടുള്ള ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ കാക്കാൻ്റെ കാര്യത്തിൽ ആദ്യക്ക് നല്ല പ്രതീക്ഷ ഉണ്ടെന്നാണ് പറഞ്ഞത്. തൽക്കാലം ഒരു ഡോക്ടറെ കണ്ടിട്ട് വരട്ടെ. അതുവരെ ഇമ്മയും മക്കളൊന്നും ഈ കാര്യങ്ങളൊന്നും അറിയാണ്ട് നമ്മൾ വേണം സൽമാത്ത നോക്കാനായിട്ട്. സൽമാത്ത നീക്ക് പോയി മുഖക്ക് കഴുകി വാ. ഞാൻ ചായ എടുത്ത് വെക്കാം. അധികം നേരം റൂമിൽ നിന്ന് പുറത്തിറങ്ങാത്ത സൽമാത്താനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉമ്മാക്ക് എന്തായാലും സംശയം തോന്നിട്ടാ. വെറുതെ അതിന് വഴി ഉണ്ടാക്കണ്ട. സൽമാത്ത വാ. മല ചിക്കൻ കറി അടിപൊളിയായിട്ടുണ്ട് കേട്ടമ്മ. ഇവിടെ അജുവിനെ ഇങ്ങനെ തേങ്ങ വറുത്തരക്കണ കറി നല്ല ഇഷ്ടാണ്. അമ്മക്കാണെന്നുണ്ടെങ്കിലോ തേങ്ങ അരക്കണ കറി ഇഷ്ടം തന്നെയല്ലേ. റിയക്കേ അജുക്കാനെ പോലെ തേങ്ങ ചേർത്ത് കറി തന്നെയാണ് നമ്മ ഇഷ്ടം. ഞാൻ റിയനോട് ഇടക്ക് പറച്ചിലുണ്ട്, അനക്കും അജുക്കാർക്കും ഒരേ ടേസ്റ്റ് ആണ്. അവിടെ ഉണ്ട് രണ്ടെണ്ണം. അവർക്കും മുളക് അരച്ച കറിയാണ് ഇഷ്ടം. ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് വേണ്ടി തേങ്ങ അരച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അവിടെ തല്ലാണ്. എന്നുവെച്ചിട്ട് അജുക്കാനെ കെട്ടിക്കാണ്ടേ ഇങ്ങോട്ട് പോരെ. അതാവുമ്പോളെ ഫുഡിന്റെ കാര്യത്തിലേ നല്ല മേച്ചാവും. ഈ അമ്മ ഓള് തൊള്ളക്കുണ്ടല്ലോ ലൈസൻസ് എന്ന് പറഞ്ഞ സാധനം അല്ലേ എന്റെ കുട്ടിയെ. എന്റെ കുട്ടി ഒന്നും വിചാരിക്കണ്ട. ഇതിലിപ്പോ എന്താ പ്രശ്നം? 2 വർഷം കഴിയുമ്പോ അന്നെ കെട്ടിക്കൂലേ? അപ്പൊ അതിന് എന്റെ അജയ്ക്ക് പെണ്ണെട്ടാനോ? ഈ പെങ്ങളെന്ന രീതിക്ക് ഞാൻ തന്നെ പെണ്ണങ്ങോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലേ നാത്തുമാരങ്ങോട്ട് ഒഴിവാക്കാലോ. പെണ്ണെ, ഞാൻ ഇത് വെച്ചൊരു ഒറ്റ ഏറെന്ന് വന്നാണ്ടല്ലോ. ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. റിയ, ഞാൻ കാരണം അജുക്കാന്റെ ഉറക്കം പോയില്ലേ? ഏയ് അതൊന്നും സാരല്ലടോ. താൻ റെഡിയായോ? ഞാൻ റെഡിയാണ്. 9 മണിക്കാണ് ട്രെയിന്. ഞാൻ അമ്മാനോട് പറഞ്ഞതാ ഞാൻ ഓട്ടോ വിളിച്ച് പൊക്കോളന്ന്. അപ്പൊ ഉമ്മ പറഞ്ഞത് അജുക്കി അമ്മയും കൂടി കൊണ്ടാക്കി തരുമെന്നുള്ളേ. അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളെ കുഞ്ഞു വീട്ടിലെ ആദ്യത്തെ ദിവസം? ഉറക്കൊക്കെ ശരിയായോ? അതൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ഉമ്മാന്റെ ഫുഡും സ്നേഹവും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. റിയ, ഞാനൊക്കെ കാര്യം ഓപ്പണായി ചോദിച്ചാൽ ഇയാൾക്ക് എന്നോട് ദേഷ്യം തോന്നുന്നു? ദേഷ്യം തോന്നേ?
എന്താ ചുക്ക? ഞാൻ ഈ പറയുന്ന കാര്യം റിയ എങ്ങനെ എടുക്കുന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞില്ലെങ്കിൽ നാളെ എനിക്ക് അതൊരു നഷ്ടബോധം ആവരുതല്ലോ, അതുകൊണ്ട് ചോദിക്കുക. മനസ്സിലായില്ല. റിയ, ഞാൻ ഓപ്പണായി ചോദിക്കുന്നതുകൊണ്ട് റിയയ്ക്ക് എന്നെ ദേഷ്യം തോന്നരുത്. ഇനിയിപ്പോൾ എൻ്റെ ചോദ്യത്തിന് ഉത്തരം അതെന്തായാലും റിയയ്ക്ക് എന്നോട് ഓപ്പണായി പറയാട്ടോ. എന്താ ചുക്ക? എന്താണെങ്കിലും പറഞ്ഞോ. റിയ, താൻ തൻ്റെ സ്വപ്നത്തെ കുറിച്ച് ഇന്നലെ സംസാരിച്ചില്ലേ? സ്വന്തമായി നല്ലൊരു ജോലിയൊക്കെ വാങ്ങി ഉമ്മാനും ഉപ്പാനെയൊക്കെ നന്നായി നോക്കി അവരുടെ കൂടെയൊക്കെ ഒരുപാട് കാലം ഹാപ്പിയായി ജീവിക്കണം എന്നൊക്കെ. അതെ, അതെന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ഒരു ജോലിയൊക്കെ വാങ്ങി നമ്മളെ ചെലവിൽ ഉമ്മാനും ഉപ്പാനെയും വീട്ടിലൊക്കെ നോക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, അത് ശരിക്കും അനുഭവിച്ചിട്ട് വേണം ബാക്കിയുള്ള എന്തിനെ കുറിച്ച് ചിന്തിക്കാൻ. റിയ, അത് പിന്നെ തൻ്റെ സ്വപ്നങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ട് തൻ്റെ ലൈഫിലേക്ക് ഒരാളെയും കൂടി വേണമെന്ന് തനിക്ക് തോന്നുന്ന ഒരു സമയത്ത് ഞാൻ എൻ്റെ ഉമ്മാനും കൂട്ടി റിയൻ്റെ ഉപ്പാനോട് പെണ്ണ് ചോദിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? റിയ ഇപ്പൊന്നും പറയണ്ട, തന്നെപ്പോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ എനിക്കുണ്ട്. അതിനിടയിൽ മരം ചുറ്റി പ്രേമിക്കാനൊന്നും തന്നെപ്പോലെ എനിക്കും താല്പര്യമില്ലടോ. പിന്നെ ആദ്യമായിട്ട് ആ ജീവിതത്തിൽ ഒരാളെ കൂടെ കൂട്ടണമെന്ന് തോന്നി, അത് താനാ. തന്നോട് ഓപ്പണായി പറയണമെന്ന് തോന്നി. ഞാൻ റെഡി. അപ്പൊ നമുക്ക് ഇറങ്ങല്ലേ? ആ ഇറങ്ങാം. അല്ല ഉമ്മടെ ഇമ്മ, റിയ ഇറങ്ങിയോ? നീ മോളെന്താ ഈ വൈക്കൊക്കെ വരിക? ആ ഇൻഷാ അല്ലാ വരണ്ട് ഉമ്മ. പിന്നെ നിങ്ങളെല്ലാരും കൂടി ഒരു ദിവസം എൻ്റെ വീട്ടിലേക്കും വരി. എന്നാ രണ്ടാളും വാ പോവാം. എന്നമ്മ ഞാൻ പോട്ടെ. അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. വടി. മാഷാ അല്ലാ, നല്ലൊരു കുട്ടി. അന്ന് മോള് പറഞ്ഞ പോലെ എന്റെ അജുവിന് ഇതേപോലത്തെ ഒരു കുട്ടിനെ കോട്ടായിട്ട് കിട്ടിയിരുന്നെങ്കിൽ.